നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ചവിട്ടി മെതിച്ച ചുഴലി. തമിഴ്നാട്ടിൽ കനത്ത നാശം വിതച്ച് വാർത്താ ചുഴലിക്കാറ്റിന്റെ താണ്ഡവം തുടരുന്നു. കാറ്റിൽ മരം വീണ് 2 മരണം. റെയിൽ പാളങ്ങളും വൈദ്യുതി ലൈനുകളും തകർന്നതായി റിപ്പോർട്ട്. ആയിരക്കണക്കിന് മരങ്ങൾ കടപുഴകി, വാഹനങ്ങൾ തകർന്നു. അടുത്ത 3 മണിക്കൂർ നിർണായകമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രത. 10,000-കണക്കിന് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. തീരമേഖലകളിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചു. മണിക്കൂറിൽ 140 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനൊപ്പം കനത്ത മഴയും. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ചെന്നൈ എയർപോർട്ട് അടച്ച് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. സബർബൻ ട്രെയിനുകളും മെട്രോ സർവീസുകളും റദ്ദാക്കി. രക്ഷാപ്രവർത്തനത്തിന് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ദ്രുതകർമ്മ സേനാ വിന്യാസം. സഹകരണത്തിൽ കടുപ്പിച്ച്. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ LDF തീരുമാനം. ഈ മാസം 29-ന് സംസ്ഥാന വ്യാപകമായി മനുഷ്യച്ചങ്ങല തീർക്കും. സഹകരണ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുന്ന പരിഷ്കരണത്തിനെതിരെ വീടുകൾ തോറും ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്താനും LDF തീരുമാനം. സഹകരണ നിക്ഷേപങ്ങൾ സംബന്ധിച്ച് വിവാദം കനക്കുന്നതിനിടെ മേഖലയെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ സഹകരണമാകാമെന്ന ചിന്തയിൽ സംസ്ഥാനം. ഗ്രാമീണ സമ്പദ്ഘടനയുടെ നട്ടെല്ല് തകർക്കാനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന നേതാക്കൾ. സഹകരണ മേഖലയ്ക്കെതിരായ കേന്ദ്ര നിലപാടിനെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി. ടോം ജോസിന് ബെസ്റ്റ് ടൈം. മഗ്നീഷ്യ ഇറക്കുമതി കേസിൽ ടോം ജോസിനെതിരെ നടപടി വേണ്ടെന്ന് ചീഫ് സെക്രട്ടറി. വിജിലൻസ് കേസ് നിലനിൽക്കില്ലെന്ന നിയമ സെക്രട്ടറിയുടെ കുറിപ്പ് സഹിതം ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക്. അഡീഷണൽ ചീഫ് സെക്രട്ടറി പദവിയിലുള്ള ടോം ജോസിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നായിരുന്നു വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത അഴിമതി കേസ് KMML മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കെ ടോം ജോസ് ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിയെന്ന പരാതിയിൽ മഗ്നീഷ്യ ഇറക്കുമതി ഇടപാടിൽ 1.75 കോടിയുടെ നഷ്ടം വരുത്തിയെന്നും KMML-ലെ 2 മുതിർന്ന ഉദ്യോഗസ്ഥർ കൂടി പ്രതികളെന്നും വിജിലൻസ്. കക്കയെത്തും മാവോയിസ്റ്റ്. നിലമ്പൂർ ഏറ്റുമുട്ടലിന് പിന്നാലെ പെരുവണ്ണാമൂഴി, കക്കയം വനമേഖലയിലും മാവോയിസ്റ്റ് സാന്നിധ്യം. പ്രദേശത്ത് തണ്ടർ ബോൾട്ടിന്റെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധന. സംഘം നിലമ്പൂരിൽ നിന്നാണ് കക്കയത്തേക്ക് എത്തിയതെന്നും രഹസ്യവിവരം. കരുളായി വനമേഖലയിൽ മാവോയിസ്റ്റുകൾ യോഗം ചേരുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. പോരാട്ടവും ഞാറ്റുവേലയും അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ മാവോയിസ്റ്റുകളുടെ പോഷക സംഘടനകൾ എന്ന് കണ്ടെത്തൽ. ഗറില്ല പോരാട്ടത്തിന് മാവോയിസ്റ്റ് വനിതാ നേതാവ് ആഹ്വാനം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്ത്. കേരളത്തിൽ സായുധ പോരാട്ടത്തിന് സംഘടന തയ്യാറെന്ന് പ്രഖ്യാപിക്കുന്ന വനിത കൊല്ലപ്പെട്ട അജിത എന്നും പോലീസ്. മേഖലയിൽ സുരക്ഷ ശക്തം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,620 രൂപ, പവൻ 20,960 രൂപ. വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.